എന്നാൽ ഈ 5-ാം ഭാവത്ത് ഒരു ശുഭഗ്രഹം വന്നു കഴിഞ്ഞാൽ അതും പണപരസ്ഥാനം. അച്ഛൻ്റെ വീട്ടിലത്തെ മക്കൾ ചെല്ലും കൊടുക്കും. എന്തൊരു ഇത് വാങ്ങിച്ചാൽ അച്ഛൻ്റെ വലിയ വാങ്ങിക്കുള്ളൂ. സ്വന്തം കാശ് ലക്ഷങ്ങൾ സമ്പാദിച്ചാൽ എന്തും അച്ഛനെ മുൻനിർത്തി എന്തും ചെയ്യുള്ളൂ. അത് ഒരു പണപരസ്ഥാനം. പണം വരുന്ന സ്ഥാനം, അങ്ങനെ ഒരു സ്ഥാനമുണ്ടോ? അത് നമ്മളിപ്പം പറയുന്നത് പണപരസ്ഥാനം. പണപരസ്ഥാനം എന്നാണ് പറയുന്നത്. അതൊന്ന് പണം വരുന്ന സ്ഥാനം. അതൊക്കെയാണ് നമുക്ക് കൂടുതൽ അറിയേണ്ടത്. അതെ, ധനം. ഇപ്പം എല്ലാവർക്കും ധനം ഇല്ലെങ്കിൽ ഒന്നുമില്ലല്ലോ. ഒരു വ്യക്തിക്ക് ഫൈനാൻസ് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കുടുംബമാണെങ്കിലും കുട്ടികളുടെ പഠന വിഷയം, മറ്റുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു കുടുംബം കൊണ്ടുപോകണമെങ്കിൽ ഇപ്പം മുന്നേയൊക്കെ ഒരു വ്യക്തി ജോലിക്ക് പോയാൽ മതി. ഇന്ന് അങ്ങനെയല്ല. ഹസ്ബൻഡ് വൈഫ് ഉണ്ടെങ്കിൽ രണ്ടുപേരും ജോലിക്ക് പോയാലേ ഒരു കുടുംബം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കുട്ടികളുടെ പഠന ചിലവൊക്കെ അത്രയ്ക്ക് ഇതുണ്ട്. അപ്പോൾ പണപരസ്ഥാനം എന്ന് പറയുന്നത് ഒരു ജാതത്തിൽ 2, 5, 8, 11 ഭാവം. ഇത് പൂർവ്വപുണ്യം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കണക്കാണ്. അപ്പോൾ 8 എന്ന് പറയുന്നതാണ് എല്ലാവർക്കും പേടി. അഷ്ടമം എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടിക്കും. 8-ൽ ഒരു പാവഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ആ പണവരവ് നിൽക്കും. എന്നാൽ അങ്ങനെയല്ല. അതാണ് ഈ പണം വരുന്ന സ്ഥാനം എന്ന് പറയുന്നത്. പണവരം എന്ന് പറയുന്നത് പണം വരുന്ന സ്ഥാനം. 8 കഷ്ടത കൊടുക്കും. കഷ്ടത, വളരെ കഷ്ടത. ചിലവരൊക്കെ പുറത്തൊക്കെ പോയി നിന്ന് കഷ്ടപ്പെടുന്നില്ലേ? ഒരു കാലഘട്ടം കഴിയുമ്പോൾ അത് ശനിയുടെ ആധിക്യമാണ്. 8 നമ്പർ എന്ന് പറഞ്ഞാൽ ശനിയുടെ ആധിക്യം. ഇപ്പോൾ ശനി 8-ൽ നിന്നേ പറയാം. ശനി 8-ൽ നിന്ന് കഴിഞ്ഞാൽ അവർ വളരെ കഷ്ടപ്പെടും. കഷ്ടപ്പെടും എന്ന് വെച്ചാൽ ചെയ്യുന്ന ജോലിക്കുള്ള ഇത് കിട്ടൂല. അതായത് പണം. ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ ഗ്രഹം കരിയും. അതിനിപ്പോൾ ഒരു ഉത്തമ ഉദാഹരണം, 8-ന്റെ ആപ്പോസിറ്റാണ് 2. അപ്പം 2ഉം ദുഃഖവും സന്തോഷവും. ഇപ്പോൾ രാവും പകലും പോലെയാണ്. ശനിയുടെ ഒരു പ്രത്യേകത അതാണ്. പ്രഗത്ഭരായ 2 പേരുടെ ജാതകമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഞാൻ പറയുന്നില്ല, ഞാൻ ഇതിൽ ഫീൽഡിൽ വന്നിട്ട് 35 വർഷമായി. എനിക്ക് കൂടുതൽ അനുഭവ ജ്യോതിടമാണ്. ഒരാളുടെ ഗ്രഹനില നോക്കി ഗ്രഹിച്ച് ഞാൻ ഒരു 5000 ഗ്രഹനില മൈൻഡിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ജയലളിത അമ്മയുടെ ജാതകം, തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ, പിന്നെ രജനീകാന്തിൻ്റെ ജാതകം. ഇതൊന്നും വലിയ പ്രത്യേകത ഇല്ലാത്തൊരു ജാതകം. കണ്ടങ്ങനെ തോന്നും. ഒരു വ്യക്തി ഇപ്പം അറിയാത്ത ഒരാൾ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ആളെ പറയണ്ട, കൊടുക്കുമ്പോൾ ഇതെന്തൊരു പ്രത്യേകത? ഒരു പ്രത്യേകത. 2-ൽ ശനിയാണ് 2 പേർക്കും. ആർക്ക്? ജയലളിതാമ്മയ്ക്ക് 2-ൽ ശനി, രജനീകാന്ത് സാറിന് 2-ൽ ശനി. അതിൻ്റെ പ്രത്യേകത വേറെ ഉണ്ട് അവിടെ. അതാണ് സൂക്ഷ്മം. അതായത് കർക്കിടകത്തിൽ ചന്ദ്രൻ്റെ സ്വക്ഷേത്ര വീട്ടിൽ ശനിയുടെ സ്ഥിതി. ശത്രുഗ്രഹങ്ങളാണ്. എന്നാൽ പണം വരും സ്ഥാനം. പണം ഭാര്യയ്ക്കൊരു കൊടുക്കും. ശനി ചന്ദ്രൻ്റെ വീട്ടിൽ വരികയോ ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്തത്തിലോ തിരുവോണത്തിലോ രോഹിണിയിലോ വരികയോ ചെയ്താൽ ശനി. അതിപ്പോൾ ഉത്തമ ഉദാഹരണം, ജയലളിതാമ്മയ്ക്ക് മിഥുന ലഗ്നം 2-ൽ ശനി ചന്ദ്രൻ്റെ വീട്ടിൽ. അമ്മയുടെ സാമ്പത്തികം നമുക്കറിയാമല്ലോ, കോടിക്കണക്കിൽ. അതായത് സിനിമയിൽ സമ്പാദിച്ചതുകൊണ്ട് പിന്നെ ചീഫ് മിനിസ്റ്ററായി, അതിൻ്റെ ഒരു പദവി യോഗം. രജനീകാന്തിനാണെങ്കിൽ സിംഹലഗ്നം 2-ൽ ശനി. 2-ൽ ശനിയും കയറും. ദാരിദ്ര്യം വേണം പറയാൻ. 2-ൽ ശനി വന്നു കഴിഞ്ഞാൽ ആർക്കും ഒന്നും കൊടുക്കാത്തൊരു വ്യക്തി, ദാനം കൊടുക്കൂല, തൻ്റെ കാശ് തനിക്ക്, ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ഈ 2-ൽ ശനിയുള്ള ആൾക്കാർ. എന്നാൽ തിരുവോണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, അത്തത്തിൽ ആ ശനി വന്നു കഴിഞ്ഞപ്പോൾ ധനം കുമിഞ്ഞുകൂടി. അപ്പം ആദ്യകാലം വേക്കടിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ശനിയുടെ ആധിക്യം. ഇപ്പോൾ പ്രഗത്ഭനായ സിനിമാ നടനാണ്, സ്റ്റൈലിഷായ ഒരു നടനാണ്. അതിന് മുന്നേ ചുമട്ട് തൊഴിലാളിയായിരുന്നു. അത് കഴിഞ്ഞ് ബസ് കണ്ടക്ടറായിരുന്നു. അപ്പോൾ കഷ്ടതയാണ്. അപ്പോൾ ആ ഭഗവാൻ ചെയ്തത്, ആ ദിശ വന്ന സമയം, വേടദിശ വന്നു, പിന്നെ ശനിദിശ വന്നപ്പോഴെല്ലാം ഹൈ ലെവലിലാണ് പോയത്. അപ്പോൾ പണവരസ്ഥാനത്തിൻ്റെ പ്രത്യേകത ഈ 2-ാം ഭാവം ഞാൻ പറയുകയാണ്. പണവരസ്ഥാനം ഞാൻ 2-ാം ഭാവം പറഞ്ഞായിരുന്നു. അപ്പം ജയലളിതാമ്മയുടെ ജാതകത്തിൽ 2-ൽ ശനി, രജനി സാറിൻ്റെ ജാതകത്തിൽ 2-ൽ ശനി. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അയ്യോ ഒരു കഷ്ടപ്പെടുന്ന ഒരു ആളാണ്, ഇങ്ങനെ പറയാവൂ. എന്നാൽ അവിടെ എന്ത് സംഭവിച്ചു? ഒരു ഫിലിമിന് വാങ്ങിക്കുന്നത് പറയുന്നതാണ്, അതായത് മാധ്യമങ്ങൾ പറയുന്നത് 300 കോടി രൂപ എന്നാണ്. അപ്പോൾ ഒരു ദിവസം 6 കോടി രൂപയാണ് ശമ്പളം. അത് നമുക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റും. അപ്പം അതുപോലെ ജയലളിതാമ്മയ്ക്ക് പദവി യോഗം കിട്ടി. ഇതൊക്കെ ഈ ശനിയുടെ ഒരു പ്രത്യേകതയാണ്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല. 75 പേജടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിൽ എത്തുന്നു. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.